ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും സസ്നേഹ പ്രണാമം. കൃഷ്ണമന്ദിരം നയിക്കുന്ന ഭാഗവത പഠന ക്ലാസ് നമ്മളുടെ ആചാര്യൻ ഡോക്ടർ പി വി വിശ്വനാഥൻ നമ്പൂരി സാറാണ്. ഇന്ന് ഭാഗവതം ക്ലാസ്സിൽ ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധത്തിലെ 15-ാം അധ്യായത്തിലെ 21-ാമത്തെ ശ്ലോകം മുതൽ ഇന്ന് ക്ലാസ് ആരംഭിക്കുന്നു. ക്ലാസ് നയിക്കുന്നതിന് സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹരി ഓം. നമസ്തേ സാർ. സ്വഹനാവതു സ്വഹനഭൂമിനക്തു സ്വഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യന്ത്രവൃന്ദമനുപേതമപേതകൃത്യം ദ്വൈവായനോ വിരഹവാതരയാജിഹാവ പ്രേതി തന്മയതയാതരവോ നേതുസ്തം സർവഭൂതഹൃദയം മുനിവാന്തവസ്. ആദരണീയരായ എല്ലാവർക്കും വിനീതമായ മുമ്പ് പറഞ്ഞത് ചതുർത്ഥ സ്കന്ധം 15-ാം അധ്യായം 21-ാമത്തെ ശ്ലോകം ആരംഭിക്കും. അധ്യായം 15 ശ്ലോകം 21. പൃഥുവിന്റെ അവതാരമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോൾ സാക്ഷാൽ ഭഗവാന്റെ കലയായി അംശമായി അവതരിച്ചതുകൊണ്ട് ഈ പ്രകൃതി മുഴുവൻ ഓരോരോ വിഭവങ്ങൾ അദ്ദേഹത്തിന് സമ്മാനമായി കൊണ്ടു കൊടുത്തു എന്നാണ് പറഞ്ഞു വെച്ചത്. അവസാനം ഭൂതമാഗധന്മാരും മന്ദികളും ഒക്കെ അദ്ദേഹത്തെ സ്തുതിക്കാൻ ആരംഭിച്ചു എന്ന് പറഞ്ഞത്. സ്ഥാവകാം സ്ഥാനഭിപ്രേത്യ പൃഥുർവൈന്യപ്രതാപവാൻ മേഘനഹ്രാദയാ വാച പ്രഹസന്നിതമബ്രവീത്. സ്ഥാവകാൻ താൻ അഭിപ്രേത്യ, സ്ഥാവകന്മാർ സ്തുതിക്കുന്നവർ, സ്തുതി ചെയ്യുന്നവർ ആയ താൻ അവരെ, സ്ഥാവകന്മാരായ അവരെ അഭിപ്രേത്യ തിരിച്ചറിഞ്ഞിട്ട് അടുക്കലെത്തി അവരെ മനസ്സിലാക്കിയിട്ട് പ്രതാപവാൻ, ഏറ്റവും വലിയ പ്രതാപത്തോടു കൂടിയവനായ ആ പൃഥു തന്നെ സ്തുതിക്കുന്ന സ്ഥാവകന്മാരെ തിരിച്ചറിഞ്ഞിട്ട് വൈന്യഃ പൃഥു, വേരന്റെ പുത്രനായ പൃഥു, മേഘനഹ്രാദയ വാച, ഇടി പോലെയുള്ള ശബ്ദത്തോടെ, മേഘനഹ്രാദം ഇടി, ഇടി പോലെയുള്ള മേഘധ്വനി പോലെയുള്ള ശബ്ദത്തോടെ പ്രഹസൻ ഇതം അബ്രവീത്, പുഞ്ചിരിച്ചുകൊണ്ട് അവരോട് ഇങ്ങനെ പറഞ്ഞു. അബ്രവീത് പറഞ്ഞു. അപ്പം സ്തുതിപാഠകന്മാർ മാഗധന്മാർ സ്തുതിക്കാൻ ആരംഭിച്ചപ്പോൾ അവരുടെ അടുക്കൽ ചെന്ന് ഗംഭീരമായ ശബ്ദത്തോടെ പൃഥു അവരോട് ഇങ്ങനെ പറഞ്ഞു. സ്ഥാവകാം സ്ഥാനഭിപ്രേത്യ പൃഥുർവൈന്യപ്രതാപവാൻ മേഘനഹ്രാദയാ വാച പ്രഹസന്നിതമബ്രവീത്. പ്രതാപവാൻ വൈന്യഃ പൃഥുഃ താൻ സ്ഥാവകാൻ അഭിപ്രേത്യ പ്രഹസൻ മേഘനഹ്രാദയാ വാച ഇദം അബ്രവീത്. സ്ഥാവകാം സ്ഥാനഭിപ്രേത്യ പൃഥുർവൈന്യപ്രതാപവാൻ മേഘനഹ്രാദയാ വാച പ്രഹസന്നിതമബ്രവീത്. സ്ഥാവകാം സ്ഥാനഭിപ്രേത്യ പൃഥുർവൈന്യപ്രതാപവാൻ മേഘനഹ്രാദയാ വാച പ്രഹസന്നിതമബ്രവീത്. ഇനി പൃഥുരുവാച. പൃഥു സ്തുതിപാഠകന്മാരോട് പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഉദാഹരിക്കാം. ഭൂതഹേമാഗത സൗമ്യവന്ദിൻ ലോകേ അധുനാ സ്പഷ്ടഗുണസ്യ മേ സ്യാത് കിമാശ്രയോ മേസ്തവേഷയുജ്യതാം മാ മയ്യഭൂവൻ വിതഥാ ഗിരോവ. ഭോഹ ഭൂത, അല്ലയോ ഭൂതന്മാരെ, ഹേ മാഗധന്മാരെ, ഹേ സൗമ്യരായ വന്ദികളെ. ഇത് മൂന്നും സ്തുതിപാഠകന്മാരുടെ വാക്കാണ്. ഭൂതൻ, മാഗധൻ, വന്ദികൾ, ഇവരിത്രയും. ആ മൂന്ന് വാക്കുകളും അവരെ വിളിച്ചു എന്ന് മാത്രമേ ഉള്ളൂ.
ലോകയഥുന ലോകത്തിലിപ്പോൾ അസ്പഷ്ടഗുണസ്യ മേ സ്യാത് അസ്പഷ്ടമായ ഗുണത്തോടുകൂടിയ സ്പഷ്ടമല്ലാത്ത ഗുണങ്ങളോടുകൂടിയ എന്റെ കിം ആശ്രയോ മേ സ്തവ എന്റെ സ്തുതി കൊണ്ട് എന്റെ സ്തോത്രം കൊണ്ട് കിം ആശ്രയസ്യാത് എന്തിനെയാണ് ആശ്രയിക്കേണ്ടി വരിക? ലോകത്തിൽ ഇപ്പോൾ നിങ്ങൾ എന്നെ സ്തുതിച്ചു പാടാനാണ് പോകുന്നത്. എന്നെ സ്തുതിച്ചു പാടുന്നത് കൊണ്ട് ലോകർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ലഭ്യമാക്കാൻ പറ്റുമോ? സ്തുതികൾ പാടി സ്തുതിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ നിറവേറ്റുക, കാര്യങ്ങൾ കാണുക എന്നൊക്കെയാണ് ഭൗതികമായ ലക്ഷ്യം. അല്ല, ആത്മീയമായ ലക്ഷ്യത്തിലാണെങ്കിൽ ആ സ്തുതി കൊണ്ട് മോക്ഷത്തിലേക്ക് എത്താൻ പറ്റണം. എന്നെ സ്തുതിച്ചാൽ ഇത് രണ്ടും നിങ്ങൾക്ക് ലഭ്യമല്ലല്ലോ. ലോകേ അധുന അസ്പഷ്ടഗുണസ്യ മേ സ്യാത് കിം ആശ്രയോ മേ സ്തവേഷ യോജ്യത. നിങ്ങൾ ഇപ്പോൾ ഈ യോജിപ്പിക്കുന്ന സ്തുതിക്കാൻ പോകുന്ന ഈ വാക്കുകൾ കൊണ്ട് അസ്പഷ്ടഗുണസ്യ ലോകെ അധുന മേ കിം ആശ്രയസ്യ എന്തിനെ ആശ്രയിക്കാനാണ് പോവുക? മാ മൈ അഭൂവൻ എന്നിൽ വിതതാഹ വഹ ഗിരഹ വഹ ഗിരഹ നിങ്ങളുടെ വാക്കുകൾ വിതഥാഹ നിരർത്ഥകമായിട്ട്, അസത്യമായിട്ട്, വിരുദ്ധതയോട് കൂടിയതായിട്ട് മൈ അഭൂവൻ എന്നിൽ ഭവിക്കും. എന്നിൽ മാ അഭൂവൻ എന്നിൽ ഭവിക്കരുത്. നിങ്ങള് സാധാരണ രാജാക്കന്മാരെ പാടി പുകഴ്ത്തുന്നവരാണ്, സ്തുതിക്കുന്നവരാണ്. എന്റെ ഗുണങ്ങളൊന്നും ലോകർക്ക് സ്പഷ്ടമായിട്ട് അറിയില്ല. അസ്പഷ്ട ഗുണസ്യമേ, അങ്ങനെയുള്ള എന്നെ സ്തുതിക്കുന്നത് എന്തിനെ ആശ്രയിച്ചിട്ടാണ്? എന്നിൽ എന്തെങ്കിലുമുള്ള ഗുണങ്ങൾ കണ്ടിട്ടാണെങ്കിൽ അതിനെ പാടി പുകഴ്ത്തേണ്ട ആവശ്യം ഇല്ല. കാരണം എപ്പോഴും നിങ്ങളുടെ സ്തുതിപാഠത്തിൽ ഉള്ളതിൽ കവിഞ്ഞു പാടി പുകഴ്ത്താറുണ്ട്. അങ്ങനെയാണല്ലോ സ്തുതിപാഠകന്മാർ എപ്പോഴും. സകലം കാണും, പക്ഷെ എന്നെ പൊടിപ്പും മൂലമൊക്കെ വെച്ച് ഭംഗിയാക്കി അങ്ങനെ ആകർഷണീയമായ മട്ടിൽ അവതരിപ്പിച്ച് അങ്ങ് ഇങ്ങനെയുള്ളവരാണ്, അതാണ്, ഇതാണ്, എന്തെങ്കിലും ചെറു ഗുണം കാണും, 100 ഗുണങ്ങൾ അതിനോട് ചേർത്ത് വെച്ച് പാടി പുകഴ്ത്താറുണ്ട്. അങ്ങനെ ഇപ്പൊ നിങ്ങള് എന്നെക്കുറിച്ച് പാടി പുകഴ്ത്താൻ ഉപയോഗിക്കുന്ന വാക്കുകളൊന്നും വെറുതെ ആവരുതല്ലോ. എന്തെങ്കിലും പറഞ്ഞാൽ അത് സത്യമായിരിക്കും. പക്ഷെ ഇപ്പൊ നിങ്ങൾ ഈ സ്തുതിക്കുന്ന പലതും അസത്യങ്ങളാണ്. കാരണം നിങ്ങൾക്ക് എന്നെക്കുറിച്ച് അറിയില്ല ശരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ വാക്കുകൾ ഒരിക്കലും അസത്യമായി തീരരുത്. അതുകൊണ്ട് നിങ്ങൾ ഈശ്വരനെ സ്തുതിച്ചുകൊള്ളൂ. എന്നെ സ്തുതിക്കാനുള്ള സമയം ആയിട്ടില്ല. ഈശ്വരനെ ആർക്കും എപ്പോഴും സ്തുതിക്കാം. ഈശ്വരന്റെ ഗുണഗണങ്ങൾ എല്ലാവർക്കും അറിയാം, പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെയല്ല സ്തുതിക്കേണ്ടത്, ഈശ്വരനെയാണ്. എന്നെ സ്തുതിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കാര്യം? നിങ്ങൾക്കെന്നല്ല, ഈ ലോകർക്ക് ആർക്കും ഒന്നും നേടാനില്ല. അതുകൊണ്ട് നേടേണ്ടത് ഈ പ്രപഞ്ചത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാണ്, വഴിയാണ്. അതിന് ഈശ്വരനെ തന്നെ സ്തുതിക്കണം. അതുകൊണ്ട് നിങ്ങൾ, ഹേ ഭൂതന്മാരെ, മാഗധന്മാരെ, വന്ദികളെ, നിങ്ങളുടെ വാക്കുകൾ അസത്യമാവാതിരിക്കാൻ നിങ്ങൾ ഈശ്വരനെ തന്നെ സ്തുതിക്കേണ്ടതാണ് എന്ന് ബോധ്യപ്പെടുത്തും. ഭോ ഭൂത ഹേ മാഗധ സൗമ്യവന്ദിൻ ലോകേ യഥുന സ്പഷ്ടഗുണസ്യ മേ സ്യാദ് കിമാശ്രയോ മേ സ്തവേഷയുജ്യതാം മാമയ്യഭൂവൻ വിതഥാ തിരൂവഃ. ഭോ ഭൂത ഹേ മാഗധ സൗമ്യവന്ദിൻ ലോകേ യഥുന സ്പഷ്ടഗുണസ്യ മേ സ്യാദ്
കിമാശ്രയോ മേ സ്തവേഷ യോജ്യതാം മാമയ്യഭൂവൻ വിദധാ വിരൂവ തസ്മാൻ പരോക്ഷസ്മദുപശ്രുതന്യരം കരിഷ്യഥസ്തോത്രമപീച്യവാച സത്യുത്തമശ്ലോകഗുണാനുവാദേ ജുഗുപ്സിതം നസ്തപയന്തി സത്യാഹം. തസ്മാൻ അത് എന്റെ ഗുണഗണങ്ങൾ പാടി പുകഴ്ത്തുന്നത് കൊണ്ട്, പ്രത്യേകിച്ചൊന്നും നേടാനില്ലാത്തത് കൊണ്ട്, ഈശ്വര ഗുണഗണങ്ങളെയാണ് പാടി പുകഴ്ത്തേണ്ടത് എന്നുള്ളത് കൊണ്ട് തസ്മാത് പരോക്ഷേ അസ്മത് ഉപശ്രുതാനി അലം. അതുകൊണ്ട് പരോക്ഷമായി എന്ന് വെച്ചാൽ കാലാന്തരത്തിൽ നടത്തും. പരോക്ഷം എന്നുള്ളത് ഒരു കാലത്തിന്റെ പേരാണ്. ഭൂതകാലത്തിന്റെയും വരാൻ പോകുന്ന കാലത്തിന്റെയും പ്രതിനിധിയായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് പരോക്ഷം എന്നുള്ള വാക്ക്. പ്രത്യക്ഷമല്ലാത്തത്. അതപ്പം പ്രത്യക്ഷമല്ലാത്തത് കാലമാണ്. അതുകൊണ്ട് കാലത്തിന്റെ ഒരു പര്യായമായിട്ട് പരോക്ഷേ എന്ന് കാലാന്തരത്തിൽ കുറച്ചു കാലം കഴിയുമ്പോൾ അസ്മത് ഉപശ്രുതാൻ, നമ്മുടെ ഗുണങ്ങളെ കുറിച്ച് നിങ്ങൾ പാടി പുകഴ്ത്തിയതായ ഈ സ്തോത്രത്തെ തസ്മാത് പരോക്ഷു അസ്മത് ഉപശ്രുതാനി സ്തോത്രം അപീച്യവാച അലം കരിഷ്യത. സുന്ദരമായ വാക്കോട് കൂടിയത് അപീച്യവാദം, മനോഹരമായ കേൾക്കാൻ ഇമ്പമുള്ള വാക്കുകളോട് കൂടിയ ഈ സ്തോത്രം അലം കരിഷ്യത ആവുവോളും പര്യാപ്തമാകുവോളും നിങ്ങൾ ചെയ്തോളൂ. ഫതി ഉത്തമ ശ്ലോക ഗുണാനുവാദേ, ഉത്തമ ശ്ലോകനായ ഭഗവാന്റെ ഗുണങ്ങൾ ധാരാളം പറയുവാനുള്ളപ്പോൾ ജുഗുപ്സിതം നിന്ദാർഹമായ നഹ ഞങ്ങളെ സ്തവേതി നസ്തവേതി ഞങ്ങളെ സ്തുതിക്കരുത് ഹേ സഭ്യ. അല്ലയോ സഭയിൽ നിൽക്കുന്നവരായ സ്ത്രീപാഠകന്മാരെ, പരോക്ഷു അസ്മത് ഉപശ്രുതാനി അലം, എന്റെ ഗുണങ്ങളെക്കുറിച്ച്, നമ്മുടെ ഗുണങ്ങളെക്കുറിച്ച് കാലാന്തരത്തിൽ കുറച്ചു കാലം കഴിയുമ്പോൾ ഈ സ്തോത്രം നിങ്ങൾ ചെയ്തോളൂ. അപ്പം ഞാൻ കുറച്ചുകൂടെ, ഞാനിപ്പോൾ ആയി വരുന്നേ ഉള്ളൂ, രാജാവായിട്ട് അധികാരം വെക്കുന്നേ ഉള്ളൂ. എന്റെ പ്രവൃത്തികളാകുന്ന ഗുണഗണങ്ങൾ കണ്ടറിഞ്ഞിട്ട് വേണം നിങ്ങൾ എന്നോട് എന്നെ സ്തുതിക്കാൻ. ഇപ്പൊ സ്തുതിക്കാൻ ഒന്നും കയ്യിലില്ലല്ലോ. അതുകൊണ്ട് സ്തുതിക്കാനുള്ള കാലമാകുമ്പോൾ സ്തുതിച്ചാൽ മതി. അസ്മത് ഉപശ്രുതാനി പരോക്ഷേ കരിഷ്യഥ, കാലാന്തരത്തിൽ ചെയ്തുകൊള്ളൂ. അപീച്യവാചക സ്തോത്രം, മനോഹരമായ സ്തോത്രങ്ങളെ കൊണ്ട് അന്ന് എന്നെ സ്തുതിച്ചോളൂ. ഉത്തമ ശ്ലോകനായ ഭഗവാന്റെ ഗുണങ്ങൾ ധാരാളം പാടി പുകഴ്ത്താനുള്ളപ്പോൾ ഹേ സഭ്യന്മാരെ, നിന്ദാസൂചകമായി നിങ്ങൾ ഇപ്പൊ എന്നെ സ്തുതിക്കല്ല വേണ്ടത് എന്ന് സ്തുതിപാഠകന്മാരോട് ഭഗവാനെ കുറിച്ച് സ്തുതിച്ചോളൂ എന്ന് ഭഗവത് അവതാരമായ ഈ പ്രഭു തന്നെ അവരെ ബോധ്യപ്പെടുത്തുകയാണ്. എന്നെ സ്തുതിക്കണമെങ്കിൽ ഞാൻ കുറെ ധാരാളം കർമ്മങ്ങൾ, പ്രവൃത്തികൾ ചെയ്തിട്ട് അതിനെ വേണം പാടിപ്പുകഴ്ത്താൻ. ഞാനൊന്നും ചെയ്തില്ലല്ലോ, രാജാവായിട്ട് വന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ സ്തുതിക്കേണ്ടത് ഭഗവാനെയാണ്, ഈശ്വരനെയാണ്, എന്നെയല്ല. തസ്മാത് പരോക്ഷസ്മതുപശ്രുതന്യലം കരിഷ്യഥസ്തോത്രമപീച്യവാചാം സത്യുത്തമ ശ്ലോക ഗുണാനുവാദേ ജുഗുപ്സിതം നസ്തവയന്തി സഭ്യാഹം. തസ്മാത്
അസ്മത് ഉപശ്രുതാനി പരോക്ഷ്യകരിഷ്യത അഭീക്ഷ്യമാച സ്തോത്രം ഉത്തമശ്ലോക ഗുണാനുവാദേ ഫലി ഭ്യാഹ ജുഗുപ്സിതം ന സ്തവയന്തി തസ്മത്പരോക്ഷേസ്മതുപശ്രുതന്യലം കരിഷ്യഥ സ്തോത്രമഭീക്ഷ്യവാചാം സത്യുത്തമശ്ലോക ഗുണാനുവാദേ ജുഗുപ്സിതം ന സ്തവയന്തി സഭ്യാഹ തസ്മത്പരോക്ഷേസ്മതുപശ്രുതന്യലം കരിഷ്യഥ സ്തോത്രമഭീക്ഷ്യവാചാം സത്യുത്തമശ്ലോക ഗുണാനുവാദേ ജുഗുപ്സിതം ന സ്തവയന്തി സഭ്യാം തസ്മത്പരോക്ഷേസ്മതുപശ്രുതന്യലം കരിഷ്യഥ സ്തോത്രമഭീക്ഷ്യവാച സത്യുത്തമശ്ലോക ഗുണാനുവാദേ ജുഗുപ്സിതം ന സ്തവയന്തി സഭ്യാം മഹദ്ഗുണാനാത്മേകത്വമീശ കസ്താവകൈ സ്ഥാവയതേ ഫതോപി തേഫ്യാ ഭവിഷ്യന്നിതി വിപ്രലബ്ധോ ജനാവഹാസം കുമതിർന്ന വേദം. മഹദ്ഗുണാൻ ആത്മനി കർത്തും ഈശ, മഹത്തായ ഗുണങ്ങളെ ആത്മാവിൽ ചെയ്യുവാൻ മഹദ്ഗുണാനി ആത്മനി കർത്തും കഹ ഈശ. അവ കഫ്താവകൈ നടത്ത കഹ അർത്ഥം പറയുമ്പോൾ മുകളിലോട്ട് വരും. കഹ ഈശ, ഈശൻ സമർത്ഥൻ. കഹ ഈശ തേഫ്യാ ഭവിഷ്യന്നിതി വിപ്രലബ്ധ എന്നിങ്ങനെ ജന അവഹാസം കുമതിഹി നവേദ. കുമതിയായ ഒരാൾ, ഉത്സിതമായ ബുദ്ധിയുള്ള ഒരാൾ ജനങ്ങളുടെ പരിഹാസത്തെ നവേദ അറിയുന്നില്ലല്ലോ. ഇല്ലാത്ത ഗുണഗണങ്ങൾ പാടിപ്പുകർത്താൻ നിങ്ങൾക്ക് സാധിച്ചേക്കാം, പക്ഷേ അവരിൽ ഇന്നതുണ്ടാവണം എന്ന് നിങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ നിങ്ങൾ വിപ്രലബ്ധന്മാരാകും, ലഭിക്കാത്തവരാകും, വഞ്ചിക്കപ്പെട്ടവരാകും. ബുദ്ധിഹീനന്മാർക്ക് ഈ പരിഹാസം ഒട്ടും തിരിച്ചറിയത്തുമില്ല. ഈ സ്തുതി കുറെ കേൾക്കുമ്പോൾ എന്നെ അറിയാവുന്ന പലരും പറയും, ഇയാൾ ചുമ്മാ ആവശ്യമില്ലാത്ത കുറെ ഉണ്ടാക്കി പാടി പുകഴ്ത്തുകയാണെന്ന് പറയും. അത് ഈ പാടി പുകഴ്ന്നവർക്ക് മനസ്സിലാവുകയില്ല. അതുകൊണ്ട് ഇല്ലാത്ത ഗുണങ്ങൾ പാടി പുകഴ്ത്തി നിങ്ങൾ സ്തുതിപാഠകന്മാരാണെന്നൊരു പേരെടുക്കാൻ ശ്രമിക്കേണ്ടതില്ല. അവരവർക്ക് ഉള്ള ഗുണങ്ങളെ മാത്രമേ പാടിപ്പുകഴ്ത്താൻ പറ്റുള്ളൂ. ഇല്ലാത്ത ഗുണങ്ങൾ പാടിപ്പുകഴ്ത്തിയാൽ അവർ അഭാസ്യരായി തന്നെ തീരും. അതുകൊണ്ട് അവരവരുടെ ഉള്ളിലുള്ള ഗുണത്തെ മാത്രമേ, ആത്മാവിലുള്ള ഗുണങ്ങളെ മാത്രമേ ഒരാൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ. ഇല്ലാത്ത ഗുണങ്ങൾ ഒരിക്കലും സ്തുതിക്കാൻ പറ്റില്ല. സ്തുതിക്കണമെങ്കിൽ എൻ്റെ ആത്മാവിൽ, എൻ്റെ ഉള്ളിലുള്ള ഗുണഗണങ്ങളെ മാത്രമേ സ്തുതിക്കാവൂ. മഹദ്ഗുണാൻ ആത്മനികർത്തും ഈശ സ്ഥാവകേഹി സ്ഥാവതേ അഫതോ. അവർക്കങ്ങനൊന്നുമില്ല, അഫത്തായാലും അവർക്ക് സ്തുതിക്കാം. പക്ഷെ ആ സ്തുതികൾ
വഞ്ചിക്കപ്പെട്ടു പോകും എന്നവരിട്ട് അറിയുന്നു. തസ്യ വിപ്രലബ്ധോ ഭവിഷ്യൻ ഇതി കുമതിഹി ന വേദ. കുമതിയായവൻ അറിയുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ഗുണഗതങ്ങൾ ധാരാളം ഉണ്ടായതിനു ശേഷം സ്തുതിച്ചാൽ മതി. ഇപ്പൊ നിങ്ങൾ സ്തുതിക്കേണ്ട ആവശ്യമില്ല എന്ന് ഈ സ്തുതിയുടെ താല്പര്യം അവരെ ബോധ്യപ്പെടുത്തും. മഹത് ഗുണാനാത്മനി കർത്തുമീശ കഫ്താവകയിഫ്താവയതേ ഫതോപി തേഫ്യാ ഭവിഷ്യന്നിതി വിപ്രലബ്ധോ ജനാവഹ കുമതിർന വേദാം. ആത്മനി മഹത് ഗുണം കർത്തും കഹ ഈശ അഫതഃ അപി ഗുണാൻ സ്ഥാവയതേ തേ അഫ്യ ഭവിഷ്യൻ ഇതി വിപ്രലബ്ധഃ കുമതിഃ ജനാവഹാസം ന വേദ. മഹത് ഗുണാനാത്മനി കർത്തുമീശ കഫ്താവകയിഫ്താവയതേ ഫതോപി തേഫ്യാ ഭവിഷ്യന്നിതി വിപ്രലബ്ധോ ജനാവഹാസം കുമതിർന വേദ. മഹത് ഗുണാനാത്മനി കർത്തുമീശ കഫ്താവകയിഫ്താവയതേ ഫതോപി തേഫ്യാ ഭവിഷ്യന്നിതി വിപ്രലബ്ധോ ജനാവഹാസം കുമതിർന വേദ. പ്രഭവപ്യാത്മനഃ സ്തോത്രം ജുഗുപ്സന്ത്യപി വിശ്രുതാം ശ്രീമന്ത പരമോദാരാ പൗരുഷം വാ വിഗർഹിതം. പ്രഭവോ അപി, പ്രഭുക്കളാണെങ്കിലും സമർത്ഥന്മാരാണെങ്കിലും ആത്മനഃ സ്തോത്രം ജുഗുപ്സന്തി അപി വിശ്രുതാഃ. പ്രഭവ വിശ്രുതാഃ അപി, സമർത്ഥന്മാരും നല്ല കീർത്തിയുള്ളവരുമാണെങ്കിൽ പോലും സ്തോത്രം ജുഗുപ്സന്തി, സ്തോത്രത്തെ നിന്ദിക്കപ്പെടുന്നതായാൽ ഹ്രീമന്തഃ ലജ്ജയുള്ളവർ, ഹ്രീ ലജ്ജ, ഹ്രീമാൻ ലജ്ജയുള്ളവൻ, ഹ്രീമന്തഃ ലജ്ജയുള്ളവരുടെ പരമോദാരാഹ പൗരുഷം, അവരുടെ പരമോദാരമായ പൗരുഷം, ഏറ്റവും ഉത്കൃഷ്ടമായ അവരുടെ ആത്മനഃ സ്തോത്രം, ആ സ്തോത്രത്തെ നിന്ദിക്കപ്പെട്ടതാണ്. പൗരുഷം വാ, പൗരുഷമായ ശക്തി എന്ന പോലെ നിന്ദിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നല്ല പ്രഭു ആണെങ്കിലും വിശ്രുതന്മാരാണെങ്കിലും സ്തോത്രം ജുഗുപ്സയുണ്ടാക്കുന്നതാണ്. ലജ്ജയുള്ളവരും പരമോദാരന്മാരുമായ ആൾക്കാർ പൗരുഷത്തെ പോലും നിന്ദിക്കപ്പെട്ടേക്കാം. പ്രഭവോപ്യാത്മനഃ സ്തോത്രം ജുഗുപ്സന്ത്യപി വിശ്രുതാം ശ്രീമന്ത പരമോദാര പൗരുഷം വാ വിഗർഹിതം. പ്രഭവ അപി വിശ്രുതാഃ അപി ഹ്രീമന്തഃ പരമോദാരാഃ ആത്മനഃ സ്തോത്രം വിഗർഹിതം പൗരുഷം വാ ജുഗുപ്സന്തി. പ്രഭവോപ്യാത്മനഃ സ്തോത്രം ജുഗുപ്സന്ത്യപി വിശ്രുതാം ശ്രീമന്ത പരമോദാര പൗരുഷം വാ വിഗർഹിതം. പ്രഭവോപ്യാത്മനഃ സ്തോത്രം ജുഗുപ്സ ഹരി ഓം. ഇന്ന് ഇന്റർനെറ്റിന്റെ വിഷയം കാരണം ഇന്നിപ്പോ
ക്ലാസ് ഇടയ്ക്ക് വെച്ച് നമുക്ക് ഒന്ന് നിർത്തേണ്ട വന്നു. അടുത്ത ഭാഗം ഇതിൻ്റെ കണ്ടിന്യൂഷൻ അടുത്ത ക്ലാസ്സിൽ ഉണ്ടാകുന്നതാണ്. ഇന്നിപ്പോൾ ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ട് അവസ്ഥ നേരിട്ടതിൽ എല്ലാവരോടും ക്ഷമ യാചിക്കുന്നു. നമുക്കിന്നിവിടെ സമർപ്പിക്കാം. സർവേ സുഖിന സന്തു സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ.